കൂട്ടുകാരെ, 2 തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ചോറിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിലുള്ളൊരു തക്കാളി സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കുക്കറിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്, ഒരുപാട് പാത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. തക്കാളി സാമ്പാറിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇതിൻ്റെ കട്ടിയുള്ള ഭാഗമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്കിതിനെ സാമ്പാർ തയ്യാറാക്കാം. തക്കാളി സാമ്പാർ തയ്യാറാക്കാൻ ആവശ്യമായ വസ്തുക്കളൊക്കെ ഇവിടെ നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഒരൊറ്റ ചെറിയ സവാളയാണ്, അതിനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച 2 തക്കാളി ഉണ്ടല്ലോ, അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് 2 വെളുത്തുള്ളിയാണ്. 2 വെളുത്തുള്ളിയെ ഓരോ വെളുത്തുള്ളിയെയും ഇങ്ങനെ നടുകയൊന്ന് കീറി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക്. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ. തക്കാളി സാമ്പാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിലുള്ള തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 2 വിസിലോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 വിസിൽ വന്നിട്ടുണ്ട്, ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിനെ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് 2 എണ്ണം, അതുപോലെ തന്നെ വെളുത്തുള്ളി, സവാള ഉണ്ടല്ലോ, ഒരു സവാളയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതും അതോടൊപ്പം തന്നെ നമ്മുടെ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ വീണ്ടും മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പും തക്കാളിയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ നല്ല കറക്റ്റ് ഒരു കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കറി വന്നിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല, ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇപ്പം നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. മുഴുവൻ കായ ആണെങ്കിൽ അതൊന്ന് വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇതൊരു 1/4 ടീസ്പൂണോളം വരുന്ന കായപ്പൊടി മാത്രമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാമ്പാർ പൊടിയിലേക്ക് കായമുണ്ട്, എന്നാലും ആ ഒരു സ്മെല്ല് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് നൽകുന്നതാണ്. അതുകൊണ്ടാണ് ഒരല്പം കായപ്പൊടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ടിഫിൻ ആയിട്ടുള്ള ഇഡ്ഡലി, അതുപോലെ തന്നെ ദോശ എന്നിവയ്ക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ ചോറിനൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സാമ്പാർ തന്നെയാണിത്. നമ്മുടെ സാമ്പാർ ഇപ്പോൾ പാകത്തിന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. സാമ്പാറിലേക്ക് ആവശ്യമായ താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരൽപ്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉലുവയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. കൂടാതെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 മുഴുവൻ മുളക് ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയൊക്കെ ഒന്ന് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. താളിപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. സാമ്പാറിൽ കിടന്ന് ഈ താളിപ്പ് നന്നായിട്ട് തിളച്ച് വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരൽപ്പം മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. സാമ്പാറിലേക്ക് അവസാനമായിട്ട് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി തക്കാളി സാമ്പാർ ഇവിടെ റെഡിയാണ്. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു തക്കാളി മാത്രം മതി നമുക്ക് സാമ്പാർ തയ്യാറാക്കാൻ. അതും അതീവ രുചികരമായിട്ടുള്ളൊരു സാമ്പാറാണ്. ഒരുപാട് മസാലകളോ ഇതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ആകെ സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മല്ലിയിലയും ഒക്കെ കൂടി ചേർന്ന് സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ സാമ്പാർ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.